അപ്പോൾ നമുക്ക് ഇന്നത്തെ കേക്ക് ഡിസൈൻ കണ്ടാലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കിന്റെ ഡിസൈൻ ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ ടൈപ്പ് പെറ്റൽ നോസിൽ വെച്ച് ഞാനിങ്ങനെ ഒന്ന് ഫ്ലവർ വരച്ചു കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചേ ഇതെന്താ പുതിയ ടൈപ്പ് ഫ്ലവർ ആണല്ലോ. നോർമലി ഈ ഒരു നോസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ഫ്ലവർ വരേണ്ടത്. ഞാൻ വിചാരിച്ചു ഇനി എന്റെ കുഴപ്പമാണോ നോസിലിന്റെ കുഴപ്പമാണോ ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആയി. എന്തായാലും ഒരു 4 ഫ്ലവർ വരച്ചിട്ട് അങ്ങ് നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഒരു ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തത് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആ ഒരു നോസിൽ തിരിച്ചു പിടിച്ചിട്ടാണ് ഞാൻ ഫ്ലവർ വരച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ നോർമലി എങ്ങനെയാണ് പിടിക്കുന്നത് അതേപോലെ ഫ്ലവർ വരച്ചു കൊടുത്തു. എന്നിട്ട് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് ഒരു റൈറ്റിംഗ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷെൽ നോസിൽ വെച്ച് ഒരു ബോർഡർ ഡിസൈനും കൊടുത്ത് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നെജുവിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയായിരുന്നു. നെജുവിന്റെ ഫാമിലിയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ഈ ഒരു കേക്ക്. അപ്പോൾ എൻ്റെ ഇന്ന് സ്ഥിരം കേക്ക് വാങ്ങുന്ന കസ്റ്റമർ ആണ്. ചില കസ്റ്റമർ കേക്ക് വാങ്ങിയാലും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് റിവ്യൂ ഒന്നും തരാറില്ല. പക്ഷേ ഈ ഒരു കസ്റ്റമർ അങ്ങനെയല്ല. എപ്പോൾ നമ്മുടെ ഇന്ന് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടാലും അതിന്റെ കറക്റ്റ് റിവ്യൂ നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഇട്ടുതരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർക്ക് കേക്ക് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ സന്തോഷമായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതും നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ ഈ വീഡിയോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.